ആഘോഷത്തിന്റെ നിറങ്ങൾ നിറയേണ്ടിയിരുന്ന തൃശൂർ ഇന്ന് ദുഃഖത്തിന്റെ നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പൂരത്തിന്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ അതിഭീകര സ്ഫോടനം നാടിന്റെ മനസ്സിനെ നടുക്കിയിരിക്കുകയാണ്. സന്തോഷത്തിന്റെ പടക്കങ്ങൾ പൊട്ടേണ്ടിയിരുന്ന സ്ഥലത്ത് ജീവൻ പൊലിയുന്ന കരച്ചിലുകൾ മുഴങ്ങുകയാണിപ്പോൾ. തൃശൂർ പൂരം ആഘോഷങ്ങളുടെ ഭാഗമായി വെടിക്കെട്ട് തയ്യാറാക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനമാണ് ഈ മഹാദുരന്തത്തിന് കാരണമായത്. ശക്തമായ സ്ഫോടനത്തിൽ പ്രദേശം മുഴുവൻ വിറച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്ഫോടനത്തിനു ശേഷം പടർന്ന തീയും പൊട്ടിത്തെറിച്ച വസ്തുക്കളും ചേർന്ന് സ്ഥിതി നിയന്ത്രണാതീതമായി മാറി. സംഭവത്തിൽ പരിക്കേറ്റവരെ അടിയന്തരമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇവരിൽ ചിലർ ഇപ്പോൾ ICUവിൽ ജീവൻ പോരാട്ടം തുടരുകയാണ്. പരിക്കേറ്റവരിൽ 70% പേർക്കും ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പൊള്ളലുകളുടെ വ്യാപ്തി വലിയതായതിനാൽ ചികിത്സ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടെ കൂടുതൽ പേരെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇതിനകം തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ചികിത്സയിൽ കഴിയുമ്പോൾ ഇനിയും 25ഓളം പേരെ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് മരണസംഖ്യ വരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നതായി സൂചന നൽകുന്നു. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധസന്നാഹത്തിൽ തുടരുകയാണ്. ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാകാനും പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താനും ശ്രമങ്ങൾ തുടരുകയാണ്. സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കാളികളായിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ച രീതിയിലോ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉണ്ടായ വീഴ്ചകളിലോ അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ശക്തമായ ആവശ്യം ഉയർന്നിരിക്കുകയാണ്. തൃശൂർ പൂരം പോലുള്ള വലിയ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ ദുരന്തം സംസ്ഥാനമാകെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ആഘോഷം നിറയേണ്ടിയിരുന്ന നിമിഷങ്ങൾ ദുഃഖമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് മരണസംഖ്യയും പരിക്കേറ്റവരുടെ നിലയും സംബന്ധിച്ച വ്യക്തമായ ചിത്രം പുറത്തുവരാനാണ് സാധ്യത. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആശുപത്രികളിലേക്കും രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങളിലേക്കുമാണ്.